അള്ളാന്റെ റസൂൽ ആ ഖബറിന്റെ അരികിൽ പോയി നിന്ന് പൊട്ടിക്കരയുകയാണ്. വല്ലാത്ത കരച്ചിലാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, മാ യുബ്കീക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ് ഹബീബേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആ കണ്ണുനീര് കണ്ട് ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അള്ളാന്റെ റസൂൽ ആ ഖബറിന്റെ ഓരത്ത് പോയി പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അങ്ങയെ കരയിച്ച വസ്തുത എന്താണ് നബിയേ? ഉടനെ അള്ളാന്റെ റസൂല് ആ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഹാദാ ഖബർ ഫുലാൻ, ഈ ഖബർ ഇന്ന സഹോദരനാണ്, ഇന്ന സഹോദരന്റെ ഖബറാണ്. യുഅദ്ദിബൂനഹു, മലക്കുകൾ ഈ ഖബറിനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ ഈ ഖബറാളിയെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് അറിയാൻ കഴിയും സഹാബ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സഹാബ. അത് കണ്ടുകൊണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ സഹാബാക്കളോട്, ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ, നിങ്ങളെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ? നിങ്ങളെ ശിക്ഷിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബി തങ്ങൾക്കതറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഖബറിന്റെ ഓരത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞത്. ഉടനെ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, ബഖത്തിൽ മലായികതു ലിബുകായിക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കണ്ണുനീര് കണ്ടിട്ട്, അങ്ങയുടെ കരച്ചില് കണ്ടിട്ട് മാലാഖമാര് പോലും പൊട്ടിക്കരയുകയാണ്, അവര് പോലും പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലഹു, നബിയേ നബിയേ, ഈ ഖബറാളി എന്തിന്റെ പേരിലാണ് കരയുന്നതെന്ന് അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ ഹബീബേ, ദുആ ചെയ്യൂ ഹബീബേ, അത് അല്ലാഹു അങ്ങേക്ക് അറിയിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആ ഖബറാളിയുടെ അവസ്ഥയെ കുറിച്ച് അറിയുവാൻ ദുആ ചെയ്യുകയാണ്. ഫസമിഅ സൗതൻ മിനൽ ഖബർ, ഫസമിഅ സൗതൻ മിനൽ ഖബർ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ വെച്ച് ദുആ ചെയ്തപ്പോ, ആ ഖബറിന്റെ ഓരത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോ ഒരു ശബ്ദം ഒരു ശരീരി കേൾക്കുകയാണ്. ആ ഖബറാളി വിളിച്ചു പറയുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്. ഒരു ചെറുപ്പക്കാരനാണ് ആ ഖബറിൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്, ആ ഖബറിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആ ഖബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരനായ സഹോദരൻ വിളിച്ചു പറയുകയാണ്, അല്ലമാൻ അല്ലമാൻ യാ റസൂലല്ലാഹ്, എനിക്കൊരു അഭയം ലഭിക്കണമേ, എനിക്കൊരു സംരക്ഷണം ലഭിക്കണമേ, എനിക്കൊരു സഹായം ലഭിക്കണമേ. മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന്, അല്ലാഹുവിന്റെ വേദനയിൽ നിന്ന്, ഈ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് എനിക്കൊരു അഭയം ലഭ്യമാകണമേ. അന്നാറു മിൻ ഫൗഖി, നരകം എന്റെ തലയ്ക്ക് മീതെയാണ്. വന്നാറു മിൻ തഹ്തി, എന്റെ കാലിന്റെ ചുവട്ടിലാണ് തീക്കനൽ ആളിപ്പടരുന്നത് യാ റസൂലല്ലാഹ്. വന്നാറു അൻ യമീനി, എന്റെ വലതുഭാഗത്തും തീയാണ് നബിയേ. വന്നാറു അൻ ശിമാലി, എന്റെ ഇടതുഭാഗത്തും തീയാണ് യാ റസൂലല്ലാഹ്. അല്ലമാൻ അല്ലമാൻ യാ റസൂലല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്കത് കേൾക്കാൻ കഴിയുമായിരുന്നു. ആ സഹോദരൻ ചെറുപ്പക്കാരൻ പൊട്ടിത്തെറിക്കുകയാണ്, ഖബറിൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ثم قال لأبي ذر അബീ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് യാ അബാ ദർ നാദി ഫിന്നാസ് അബൂ ദർറേ ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ട് മല്ലഹു മയ്യിത്തുൻ ഫീ ഖബ്രിഹി ആരൊരാളുടെ മയ്യത്ത് ഈ മഖ്ബറകളിലുണ്ടോ ആ കുടുംബക്കാരെല്ലാവരും ആ നാട്ടുകാരെല്ലാവരും ഈ ഖബറിന്റെ അരികിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു വിളംബരം നടത്തുക. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ് ആരുടെയെല്ലാം മയ്യത്തുകളാണോ ഈ മഖ്ബറകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചു വരുത്തുവിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ട് അബൂ ദർ റളിയല്ലാഹു തആല അടങ്ങുന്ന സംഘം സഹാബാക്കൾ പല ഭാഗങ്ങളിലേക്കും പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡറാണ് എല്ലാവരും ഈ മഖ്ബറയിലേക്ക് എത്തണമേ. ഓരോ സഹാബാക്കളും ഓരോ വ്യക്തികളും അവരവരുടെ മയ്യത്തിന്റെ അരികിലേക്ക് ആ ഖബറിന്റെ അരികിലേക്ക് എത്തുകയാണ്. ഓരോ വ്യക്തികളും എത്തുമ്പോ അതാ അങ്ങ് വിദൂരത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നിലയുറപ്പിച്ച ഈ ഖബറിലേക്ക് ഒരു പാവപ്പെട്ട വൃദ്ധയായ മാതാവ് വേച്ച് നടന്നു വരികയാണ്. മുത്തവക്കിയൻ അലാ അസാ ഒരു വടിയിൽ ഇതാ ഊന്നിപ്പിടിച്ചുകൊണ്ട് മുത്തവക്കിയൻ അലാ അസാ അവരുടെ കാല് വേച്ച് വൃദ്ധയായ ഒരു മാതാവ് ആ ഖബറിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഈ വൃദ്ധയായ മാതാവിനോട് ചോദിക്കുകയാണ് മാതാവേ സാഹിബു ഹാദൽ ഖബർ ഈ ഖബറിന്റെ ഉടമസ്ഥൻ ഈ ഖബറിനകത്തുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരാണോ അത് നിങ്ങളിൽ പെട്ടവരാണോ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ വൃദ്ധയായ മാതാവിനോട് ചോദിക്കുമ്പോ കാലത്ത് ആ മാതാവ് പറയുകയാണ് വലദീ വഖുറത്തു ഐനി യാ റസൂലല്ലാഹ് നബിയേ എന്റെ കണ്ണിന്റെ കുളിർമയാണ് എന്റെ കരളിന്റെ കഷണമാണ് എന്റെ ചങ്കിലെ ചോരയാണ് എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് നബിയേ എന്റെ മകനാണ് നബിയേ എന്റെ മകന്റെ ഖബറാണ് യാ റസൂലല്ലാഹ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആ മാതാവ് വിലപിച്ചുകൊണ്ട് പറയുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് നോക്കിക്കൊണ്ട് ഇത് നിങ്ങളുടെ മകന്റെ ഖബറാണെങ്കിൽ ഈ മകന്റെ കർമ്മം എന്തായിരുന്നു ഈ മകന്റെ ജോലി എന്തായിരുന്നു ഈ മകൻ ദുനിയാവിൽ വെച്ച് നിങ്ങളോട് ഏത് നിലക്കാണ് വർത്തിച്ചിരുന്നത് എന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ മാതാവിനോട് ചോദിച്ചപ്പോ ആ വൃദ്ധയായ മാതാവ് പറയുകയാണ് യാ റസൂലല്ലാഹ് എനിക്ക് അവനോട് പൊരുത്തമില്ല നബിയേ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആ ഖബറാളി പറയുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഈ ദുഃഖം അനുഭവിക്കാൻ ഈ ദുരിതം അനുഭവിക്കാനുള്ള കാരണം മിൻ ദുആഇ വാലിദതി അലയ്യ എനിക്കെതിരെ എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചതാണ് നബിയേ എനിക്കെതിരെ എൻ്റെ ഉമ്മ ദുആ ചെയ്തതാണ് നബിയേ ഞാൻ ഇത്രത്തോളം ഈ ഖബറിൽ വേദന അനുഭവിക്കാൻ കാരണം അല്ലാഹുവിന്റെ റസൂൽ ആ മാതാവിനോട് ചോദിക്കുകയാണ് മാതാവേ ഈ മകനെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ മകനെതിരെ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ആ മാതാവ് പറയുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ദഖല അലയ്യ ഒരു ദിവസം എൻ്റെ അരികിലേക്ക് എൻ്റെ മകൻ കടന്നു വരികയാണ് വഹുവ സക്റാൻ അവൻ മദ്യപിച്ച അവസ്ഥയിലാണ് കടന്നു വന്നത് ദഖല അലയ്യ യൗമാ ആ മകൻ ഒരിക്കൽ എൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോ അവൻ മദ്യപിച്ച് മദോന്മത്തനായിട്ടാണ് നബിയേ എൻ്റെ അരികിലേക്ക് അവൻ കടന്നു വന്നത് യാ റസൂലല്ലാഹ് ഫളറബനി എന്നെ അവൻ മദ്യത്തിന്റെ മദോന്മത്തതയിൽ എന്നെ അവൻ അടിച്ചു നബിയേ എന്നെ വേദനിപ്പിച്ചു നബിയേ ഫകസ്സറ യദി യാ റസൂലല്ലാഹ് എൻ്റെ കൈ അവൻ അടിച്ചു ഒടിച്ചു യാ റസൂലല്ലാഹ്
ഒരു മാതാവിനെ വേദനിപ്പിച്ചു. മദ്യപാനത്താൽ മതോന്മത്തരായി ദുനിയാവിൽ കഴിയുന്ന മക്കൾ ഓർക്കണം, തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി ഛേ എന്ന ഒരു വാക്കുപോലും പറഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായി ഖബറിൽ കിടക്കാൻ കഴിയില്ല എന്ന കാര്യം അവർ മറന്നു പോകരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ വൃദ്ധയായ മാതാവ് വിലപിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്നെ മർദ്ദിക്കുക മാത്രമല്ല, ഫകസ്സറ യദി, എന്റെ കൈ അവൻ ഒടിച്ചു നബിയേ, എന്റെ കൈ അവൻ അടിച്ചോടിച്ചു നബിയേ. ഫഖുൽതു ലഹു, ഞാൻ അപ്പോൾ അവന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, റളിയല്ലാഹു അൻക, അല്ലാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെടാതിരിക്കട്ടെ. ഒരു ഉമ്മാന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്ക്, ഒരു ഉമ്മാന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്ക് ഒരു ഉമ്മായെ വേദനിപ്പിച്ചു. ഇവൻ അറിയുന്നുണ്ടോ, മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ലഹാനുമില്ലാതെ ഈ മാതാവിനെ വേദനിപ്പിക്കുമ്പോൾ ഇവൻ അറിയുന്നുണ്ടോ ആ ഉമ്മാന്റെ വേദനയുടെ പേരിൽ, ആ നൊമ്പരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് വന്നുപോയാൽ ഇവൻ അറിയുന്നുണ്ടോ? ലാ റളിയല്ലാഹു അൻക, അല്ലാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തു നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ മാതാവേ, ഇർഹമീ തുർഹമീ, ഏ മാതാവേ, നിങ്ങൾ കരുണ കാട്ടണമേ, കരുണ കാട്ടണമേ, എങ്കിൽ നിങ്ങൾ കരുണ ലഭിക്കുന്നവരുടെ പട്ടികയിൽ പെടും ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയോട് പറയുകയാണ്, യാ ഉമ്മ, ഏ മാതാവേ, ലഉദ്നകി അലൽ ഖബർ, നിങ്ങളുടെ മകന്റെ ഖബറിന്റെ മുകളിലേക്ക് നിങ്ങളുടെ ചെവിയൊന്ന് കാതൊന്ന് അമർത്തി പിടിക്കണേ. വസ്മഈ സൗതഹു, ആ ഖബറിൽ നിന്ന് വരുന്ന നൊമ്പരം നിങ്ങളൊന്ന് കേൾക്കണേ മാതാവേ. ആ ഖബറിന്റെ വിലാപം ഒന്ന് കേൾക്കണമേ, ആ ഖബറിന്റെ വേദനയൊന്ന് അറിയണമേ. ആ മാതാവിന്റെ ശ്രവണപുടം ആ ഖബറിലേക്ക് വെക്കേണ്ട താമസം ആ ഖബറാളി ഇതാ വിളിച്ചു പറയുകയാണ്, അൽ അമാൻ, അൽ അമാൻ യാ റസൂലല്ലാഹ്, അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി, അൽ അമാൻ, അൽ അമാൻ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ മാതാവിനെ ആ ഖബറിന്റെ കാലൊച്ച കേൾപ്പിക്കുകയാണ്, ആ ഖബറിന്റെ നൊമ്പരം കേൾപ്പിക്കുകയാണ്, ആ ഖബറിന്റെ വേദന കേൾപ്പിക്കുകയാണ്. ഫസമിഅതുഹു, ആ ഖബറിന്റെ കാലൊച്ച കേട്ടപ്പോ ഫബകതു ബുകാൻ ശദീദാ, ആ മാതാവ് ഖബറിന്റെ ഓരത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. ഉടനെ ആ മാതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, റളീതു ബിഹി യാ റസൂലല്ലാഹ്, എന്റെ മകന് ഞാൻ പുറത്തു കൊടുത്തു നബിയേ, എന്റെ മകന് ഞാൻ തൃപ്തിപ്പെട്ടു നബിയേ, എന്റെ മകനോട് കരുണ കാട്ടണേ നബിയേ, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യുമോ ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ആ മാതാവ് പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്തപ്പോ ഫസാഹർ റജുലു, ആ ഖബറിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, യാ ഉമ്മ, എന്റെ മാതാവേ, ഇൻസരിഫീ ഫഖദ് റഹമനി അല്ലാഹ്, എന്റെ മാതാവേ അങ്ങ് പോകണേ, മടങ്ങിപ്പോകണേ, സന്തോഷത്തോടെ മടങ്ങിപ്പോകണമേ, അല്ലാഹു എന്നോട് കരുണ കാട്ടിയിരിക്കുകയാണ്, എന്റെ ഖബറിന്റെ അദാബുകളെ അല്ലാഹു എന്നിൽ നിന്ന് ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്, സൗഖ്യമാണ്, സൗഖ്യമാണ്. ഇൻസരിഫീ യാ ഉമ്മ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് ആ ഖബറാളിയുടെ ഭാഗത്തു നിന്നുമുള്ള അശരീരി അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്താൽ ആ മാതാവിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്തേ കാരണം?
മാതാവിന്റെ ബദ്ദുആ, സുഉദ്ദുആ, മാതാവിന്റെ പൊരുത്തമില്ലായ്മ, മാതാവിന്റെ തൃപ്തിയില്ലായ്മ, മാതാവിനെ വേദനിപ്പിക്കുന്നവരെ, മാതാവിനെ അസഭ്യം പറഞ്ഞവരെ, മാതാവിന്റെ മുഖത്ത് നോക്കി ചെയ്യുന്ന വാക്ക് പറഞ്ഞവരെ, അത് മാതാപിതാക്കളോടുള്ള വേദനയാണ്, പീഡനമാണ്, അത് വൻപാപമാണ്, വൻപാപമാണ്. അതിൽ നിന്ന് ഒഴിവാകണമേ, ഇല്ലെങ്കിൽ അന്ത്യം മോശമാണ്, ഖബറിൽ മോശമാണ്, ആഖിറവും നിനക്ക് നാശമാണ്, നാശമാണ്.